ഹലോ മക്കളെ, നമ്മളിന്ന് 7th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പേജ് നമ്പർ 24 സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ഇവിടെ കൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? വി ക്യാൻ ഫിൽ എ കപ്പ് വിത്ത് 1/3 ഓഫ് എ ലിറ്റർ ഓഫ് മിൽക്ക്. ഓക്കെ, ഇവിടെ അത്യാവശ്യം നോക്കേണ്ട ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ. എന്തുവാടാ? 1/3 ഓഫ് എ ലിറ്റർ ഓഫ് മിൽക്ക്. 1/3 എന്ന് പറഞ്ഞാൽ എന്തുവാ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിടാം. ഒരു സർക്കിളുണ്ട്. സർക്കിളാണ് നമുക്ക് മൊത്തം, അല്ലേ? മൊത്തം എന്ന് പറയുന്നത് സർക്കിളിനെയാണ്. ഓക്കെ, അപ്പം മൊത്തത്തിൻ്റെ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കിളിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം അത് 3ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ 1 പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1/3 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫ്രാക്ഷനിൽ പറയുമ്പോൾ 1/3 എന്ന് നമുക്ക് പറയാം. ഓക്കെ, 1/3 എന്ന് പറയുന്നത് 1/3 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. സോ 1/3 എന്ന് പറയുന്നത് എന്തുവാടാ? 1/3. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അടുത്തൊരു സാധനം നോക്കിടാ. എ കപ്പ്, ഒരു കപ്പിന് 1/3 അല്ലേ ലിറ്റർ ഓഫ് മിൽക്ക് ഉണ്ട്. അല്ലെങ്കിൽ അത് ഒരു കപ്പിൽ 1/3 ലിറ്റർ ഫില്ല് ചെയ്യാൻ പറ്റും അല്ലേ എന്നാണ് ഇവർ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാമല്ലോ മക്കളെ. നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കിങ്ങനെ എഴുതാം. ആൻസറായിട്ട് എനിക്ക് എല്ലാവരും എൻ്റെ കൂടെ ബുക്ക് എടുത്തുകൊണ്ട് വരിക, എൻ്റെ കൂടെ ഇത് ചെയ്യുക കേട്ടോ. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ലിറ്റർ ഓഫ് മിൽക്ക്, ഓക്കെ, ഇൻ എ കപ്പ്. ഇൻ എ കപ്പ്. ഓക്കെ, ഒരു കപ്പിൽ ഉള്ള ലിറ്റർ എത്രയാണ് മക്കളെ? 1/3 ലിറ്റർ ആണ് അല്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് സെൻറ്റൻസ് നോക്കിക്കടാ. ഹൗ മച്ച് ഈസ് നീഡഡ് ടു ഫിൽ, അല്ലേ? ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 കപ്സ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? സെക്കൻഡ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് എന്തുവാടാ? ലിറ്റർ ഓഫ് മിൽക്ക്. ഓക്കെ, മിൽക്ക് ഇൻ എക്ക് പകരം 2 കപ്സ് അല്ലേ? 2 കപ്സിൽ എത്രയായിരിക്കും? ഓക്കെ, ഒരെണ്ണത്തിന് തന്നിട്ട് നമുക്ക് കുറേ എണ്ണത്തിൻ്റെയൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, കാരണം ഒരെണ്ണത്തിൻ്റെ തന്നു അല്ലേ? എ കപ്പിൻ്റെ തന്നു, ഒരു കപ്പിൻ്റെ തന്നിട്ട്, ഓക്കെ, ഒരു കപ്പിൻ്റെ തന്നിട്ട് നമുക്ക് 2 കപ്പിൻ്റെ ചോദിച്ചു അല്ലേ? കുറേ കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിനെക്കാട്ടും കൂടുതലല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യണം. എത്രയായിരുന്നു? 2 വെച്ചല്ലേ ഇൻറ്റു വേണ്ടേ? 2 കപ്പിനെന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? സോ നമുക്ക് 2/3 എന്ന് നമുക്ക് കിട്ടും. 2/3 ലിറ്റേഴ്സ്. ഇതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നോക്കിയേടാ, ഇവിടെ ഒരു കപ്പ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും 1/3. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പം ഒരു കപ്പ് തന്നെയല്ലേ പോകുന്നത്? നോക്കിയേ, അപ്പോൾ എത്ര കളർ ചെയ്യും നമ്മൾ? 2/3 ആണ് കളർ ചെയ്തേക്കുന്നത് അല്ലേ? 2/3 എന്ന് വെച്ചാൽ എത്ര കളർ ചെയ്തേക്കുന്നത് നോക്കുക. ഓക്കെ, അത് ബൈ ടോട്ടൽ എത്രയാണെന്ന് നോക്കുക. 3 ആണ് ടോട്ടൽ. അങ്ങനെയാണ് നമുക്ക് 2/3 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വൺ നോക്കിയാലോടാ. ഇവിടെ ഒരെണ്ണം കൂടെ ചോദിച്ചിട്ടുണ്ട് കണ്ടോ. 4 കപ്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോഴത്തേക്ക് ആ സാധനം കാണാതെ പോകുമല്ലോ മക്കളെ. ഇവിടെ എന്താടാ? 4 കപ്സും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലിറ്റർ ഓഫ് മിൽക്ക്, ഓക്കെ, ഇൻ 4 കപ്സ്. ഓക്കെ, 4 കപ്പിൻ്റെ എത്ര ആയിരിക്കും മക്കളെ? 1/3 തന്നെയാണ് ഒരു കപ്പിൻ്റെത്. അതേ ഇൻറ്റു 4 വേണം ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 × 1 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 4 ആണ്. 4/3 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ ഞാനൊരു സാധനം കൂടെ കാണിച്ചു തരാം. നമുക്ക് 4/3 വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയടാ, മേളിൽ, ഓക്കെ, നമ്മുടെ മേളിലത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വലുതാണ്. മേളിൽ വലിയ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മളിതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4/3 ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടുത്തെ മേളിലത്തെ നമ്പർ ഏതാ? ന്യൂമറേറ്റർ ഏതാ? നമുക്ക് 2 ആണ് കിടക്കുന്നത്. മേളിലത്തെ ഫ്രാക്ഷൻ, അതായത് ന്യൂമറേറ്റർ, ഇതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും. മേളിൽ കിടക്കുന്നതിന് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും. താഴെ കിടക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? ഡിനോമിനേറ്റർ എന്ന് പറയും. മേളിൽ കിടക്കുന്നതിന് നമ്മൾ ന്യൂമറേറ്റർ, താഴെ കിടക്കുന്നത് നമ്മൾ ഡിനോമിനേറ്റർ പറയും. അപ്പം മേളിൽ കിടക്കുന്ന നമ്പർ ചെറുതാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതുക. മേളിൽ കിടക്കുന്ന നമ്പർ വലുതാണ് അല്ലേ? ഇവിടെ 4 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് വലുതാണ് ഡിനോമിനേറ്ററിനേലും എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ 3/4 ചെയ്യുക. 3യുടെ ടേബിളിൽ എപ്പോഴാണ് 4 വരുന്നത്? 3യുടെ ടേബിളിൽ അല്ലേ? 3 1s are 3 അല്ലേ? ഒരു പ്രാവശ്യം 3 ചെയ്യുമ്പോൾ അല്ലേ 4ൻ്റെ അടുത്ത് കിട്ടും. 4 കിട്ടത്തില്ല, കാരണം 3 2s are 3, 6 ആണ്. 4നെക്കാട്ടും വലിയ നമ്പറാണ്. അപ്പം 3 1s are 3 എഴുതി നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? നമുക്ക് 1 കിട്ടും.
ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മേളിൽ കിട്ടിയ ഈ ആൻസർ ഇല്ലേ 1, ഓക്കെ, അത് നമുക്ക് ആൻസറായിട്ട് എഴുതാം. അതിൻ്റെ ആൻസറായിട്ട് എങ്ങനെ എഴുതാം? 1. ഇതിൻ്റെ റിമൈൻഡർ അല്ലേ, ഇത് നമുക്ക് ഒരു ഫ്രാക്ഷനായിട്ട് എഴുതാം. റിമൈൻഡർ ബൈ ഇവിടെ എത്രയായിരുന്നു? നമ്മൾ 3 വെച്ചായിരുന്നു അതിനെ ഡിവൈഡ് ചെയ്തത്. ആ 3 അങ്ങ് എഴുതി കൊടുക്കുക. എന്ന് വെച്ചാൽ ഇവിടുത്തെ 3യും അങ്ങ് സെയിം ആയിരിക്കും എന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/3 കിട്ടി. 1/3 ലിറ്റേഴ്സാണ് നമുക്ക് ആൻസർ. ഇവിടെ നമുക്ക് 4/3 ലിറ്റർ എന്ന് എഴുതിയാലും നമുക്ക് കറക്റ്റാണ്. പക്ഷേ അതിനെ നമുക്ക് മിക്സഡ് ആക്കാൻ പറ്റുമെങ്കിൽ മിക്സഡ് ആക്കിയും കൂടെ ആൻസർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ആൻസേഴ്സ് കിട്ടി. ഏതൊക്കെയാണ് മക്കളെ? ആദ്യത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതായിരുന്നു. ഒരു കപ്പിലുണ്ടായിരുന്നത് എത്രയാ? 1/3 ആണ്. 2 കപ്പിലുണ്ടായിരുന്നതോ 2/3 ലിറ്റേഴ്സാണ്. 3 കപ്പിലുണ്ടായിരുന്നത് 3 ചോദിച്ചിട്ടില്ല. 4 കപ്പിലുണ്ടായിരുന്നത് എത്രയാണ് മക്കളെ? 4/3. അതിനെ നമുക്ക് മിക്സഡ് ആക്കി എന്തെഴുതാം? 1/3 ലിറ്റേഴ്സ് എന്ന് എഴുതാം. ഇങ്ങനെ 3 ആൻസറോടെ നമ്മുടെ ഈ ക്വസ്റ്റൻ തീരുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനായിട്ട് അടുത്ത വീഡിയോ കാണാം. ഷോർട്ട് വീഡിയോസ് ആണ്. നിങ്ങൾ ഒരു വീഡിയോ കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഈ ക്വസ്റ്റൻസ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ പോവുക. അല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് കണ്ട് മനസ്സിലാക്കാതിരിക്കരുതും. ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഈ ചാപ്റ്റർ നല്ല സെറ്റായിട്ട് പഠിക്കാം. നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റനായിട്ട് കാണാം. താങ്ക്